അപ്പോൾ ഹെറൻസ് ഫോമിലെ എക്സസൈസ് 12.2 ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ പാർക്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്വാഡ്രിലേറ്റർ എ ബി സി ഡി ഹാസ് ആംഗിൾ സി 90 ഡിഗ്രി. എ ബി ഈക്വൽ ടു 9 മീറ്റർ. എ ബി 9 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബി സി 12 മീറ്റർ. സി ഡി 5 മീറ്റർ. എ ഡി 8 മീറ്റർ. എ ഡി 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഹൗ മച്ച് ഏരിയ ഡസ് ഇറ്റ് ഓക്യുപ്പൈ. ഇപ്പോൾ ഇവിടെ ഏരിയ കാണണം. നമുക്ക് ഏരിയ കാണണമെങ്കിൽ ഇവിടെ അതായത് ബി ഡി ജോയിൻ ചെയ്യാം. ക്വാഡ്രിലേറ്റർ എ ബി സി ഡി എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് കുറച്ച് നീളം കൂട്ടി അതുപോലെ വരയ്ക്കുക. അതുപോലെ ആംഗിൾ സി എന്നുള്ളത് 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ അത് മാത്രം ഇങ്ങനെ 90 കിട്ടുന്ന വിധത്തിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ബി ഡി ജോയിൻ ചെയ്യുന്നു. ജോയിൻ ബി ഡി ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിളാണ്. ഏത് ബി ഡി സി എന്നുള്ളത് ട്രയാങ്കിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സൈഡാണ്. അപ്പോൾ പൈതഗോറസ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് ബി ഡി എന്നുള്ള സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ബി ഡി സി ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ഡി സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, പൈതഗോറസ് തിയറം. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആയിരിക്കും എന്ത് ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ബി ഡി, അത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അത് ഈക്വൽ ടു ഡി സി സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഡി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഡി സി എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറയുന്നത് 12 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പ്ലസ് 144. അപ്പോൾ ഇത് 169 ആയി. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്. അപ്പോൾ ബി ഡി 13 കിട്ടി. ബി ഡി 13 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹെറൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് എടുത്താൽ മതി. കാരണം അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് സി ഡി ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ ബി സി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ബി സി 12. അപ്പോൾ അത് ക്യാൻസലായി 6 30 എന്ന് കിട്ടി. 30 മീറ്റർ സ്ക്വയർ ആണ് ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് നമുക്ക് ഹെറൻസ് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യണം. അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അവിടെ എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. എ എത്രയാണ് 8 പ്ലസ് 9 പ്ലസ് 13/2. അപ്പോൾ ഇവിടെ 17 13. അപ്പോൾ 30/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടി. അപ്പോൾ എസ് 15 കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിന് എസ് മൈനസ് എ നമുക്കെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ എസ് മൈനസ് എ എന്ന് പറയുന്നത് എസ് മൈനസ് എ ഈക്വൽ ടു 15 മൈനസ് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. 15 മൈനസ് 9 ആണെങ്കിൽ അവിടെ 6 കിട്ടി. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 15 മൈനസ് 8. അപ്പോൾ അത് 7 കിട്ടി. എസ് മൈനസ് സി എന്ന് പറയുന്നത് 15 മൈനസ് 30 ഈക്വൽ ടു 2. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എത്രയായിരുന്നു 15 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ അതായത് ഇതിന് നമുക്കൊന്ന് റൂട്ടിന് പുറത്ത് എടുക്കാൻ കഴിയില്ല. അതായത് ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് 15 42 ഇൻറ്റു 2 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1260 ആണ് വരുന്നത്. റൂട്ട് 1260. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെയാണ് അത് 2 ഏരിയയും കൂടി ആഡ് ചെയ്യുക. അതായത് ബി ഡി സിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത് 30 ആണ്. ഏരിയ ഓഫ് triangle
ബി ഡി സി എന്ന് പറയുന്നത് 30 മീറ്റർ സ്ക്വയറിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രിലേറ്റർ എ ബി സി ഡിയുടെ ഏരിയ ആയി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റൂട്ട് ലോങ് ഡിവിഷൻ വെച്ചിട്ട് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. 1 2 6 0 ആണ്. അപ്പോൾ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ 12ൻ്റെ നിയറസ്റ്റ് സ്ക്വയർ, അതായത് 3 3s are 9, 4 4s are 16 ആണ്. 16 ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിനടുത്ത് ഒട്ടിപ്പുറമുള്ളത് എടുക്കുക. 3 3 3s are 9. ഇനി 12 3. ഇനി എന്ത് ചെയ്യുക? ഈ രണ്ട് നമ്പറും ഒരുമിച്ച് എഴുതുക. അതുപോലെ 3 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ, അതായത് നമുക്ക് ഇവിടെ എഴുതുന്ന നമ്പറും ഇവിടെ എഴുതുന്ന നമ്പറും സെയിം ആയിരിക്കണം. അപ്പോൾ 360 കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ നിയറസ്റ്റ് നോക്കാം. അപ്പോൾ 66 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ 6 എഴുതി ഇവിടെയും 6 എഴുതണം. അപ്പോൾ 6 396 ആ വരിക. അപ്പോൾ 6 എന്തായാലും വരില്ല. അപ്പോൾ അതിന് തൊട്ട് ബാക്കിലുള്ള നമ്പർ, അതായത് 65 ആയിരിക്കും. 65 × 5. അപ്പോൾ 65 × 5 എന്ന് പറയുമ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ 5 2 325. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 325 ആണ്. 325 ആയി മൈനസ് ചെയ്യുമ്പോൾ 5 ഇവിടെ 5 ആണ്. അപ്പോൾ 35 ആണ് കിട്ടുന്നത്. ഇനി നമ്മളിവിടെ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 0 ആണ് നമ്മൾ കൊടുക്കുക. ഇതിൽ ലോങ് ഡിവിഷനിൽ അങ്ങനെയാണ്. അപ്പോൾ പോയിന്റ് കൊടുത്തപ്പോൾ ഇവിടെ 2 0 ആയി. അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യുക? 65 + 5 70. ഇനി ഇവിടെ എഴുതുന്ന നമ്പറും ഇവിടെ എഴുതുന്ന നമ്പറും സെയിം ആയിരിക്കണം. അപ്പോൾ 7 5s are 35 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 5 5 5 2 3 35 അല്ലേ? അപ്പോൾ ഇത് ഇതിനേക്കാളും വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ 35 പോയിന്റ് സംതിങ് അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ 4 ആണ് ഇവിടെ വരുന്നത്. 30. ഇപ്പോൾ 4 എടുക്കുന്നതെങ്കിൽ 70, അതായത് ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ നമുക്ക് അവിടെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്നത്. 5 ആവുമ്പോൾ 3525 ആയിപ്പോയി. അപ്പോൾ അത് അതിനേക്കാളും വലുതായതുകൊണ്ട് അതിന് തൊട്ട് ബാക്കിലുള്ള നമ്പർ 61 2816. അപ്പോൾ ഇവിടെ 4 4 35.4 ആണ് നമുക്കിതിന് ഏകദേശം അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 2 ട്രയാങ്കിൾ 3 മീറ്റർ സ്ക്വയറിന് കൊടുക്കുക. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ ABCD ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ, അത് അങ്ങനെ എഴുതുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD. അപ്പോൾ എത്രയാണ് വരുന്നത്? 30 + 35.4, അതായത് 65.4 മീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ ABCD ഇൻ വിച്ച് AB 3 cm, BC 4 cm, CD 4 cm, DA 5 cm, AC 5 cm തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററിൻ്റെ നമുക്ക് അതായത് ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 90 ഡിഗ്രിയാണ്. കാരണം 3 സ്ക്വയർ ഇത് പൈതഗോറിയൻ ട്രിപ്ലെറ്റും ആണ്. അപ്പോൾ ഇവിടെ അതായത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ + 4 സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എടുത്തിട്ട് ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹെറൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് AB ഇൻറ്റു ഹൈറ്റ് BC ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു AB എന്ന് പറയുന്നത് 3 × 4, അപ്പോൾ 2 6 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C. അപ്പോൾ അവിടെ S എന്ന് പറയുന്നത് A + B + C ഏതൊക്കെയാണ്? 5 + 5 + 4. നമുക്ക് A = 5, B = 5, C = 4. ഈ ഒരു ട്രയാങ്കിളിൻ്റെയാണ് ACD ഇടാനാണ് നമ്മൾ കാണുന്നത്. 5 5 4. അപ്പോൾ ഡിവൈഡ് ബൈ 2, 14/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ് S കിട്ടുന്നത്. ഇനി S - A
എസ് മൈനസ് എ എന്ന് പറയുന്നത് 7 മൈനസ് 5 ഈക്വൽ ടു 2. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 7 മൈനസ് 5 ഈക്വൽ ടു 2. എസ് മൈനസ് സി എന്ന് പറയുന്നത് 7 മൈനസ് 4 ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എത്രയായിരുന്നു 7 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ഒരു 2 പുറത്ത് വന്നു. റൂട്ട് 21 ആണ് വരുന്നത്. 2 റൂട്ട് 21. അപ്പോൾ ഈ റൂട്ട് 21ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി ലോങ് ഡിവിഷൻ ചെയ്യുക. 21 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നിയറസ്റ്റ് സ്ക്വയർ എടുക്കുക. അതായത് 4 4s are 16. 5 5 25 ആയി. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. 4 4s are 16. ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 0 ആണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു. പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ 8 ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് വരുന്നത്. 2 0 500 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വരിക 85. ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ 85 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 442 425. 6 എടുക്കുകയാണെങ്കിൽ 6 വരും അല്ലേ. 80 അതായത് 86 ഇൻറ്റു 6 ആണെങ്കിൽ 348 പ്ലസ് 3 51. അപ്പോൾ അത് വരില്ല. അപ്പോൾ 5 ആണ് നമുക്ക് എഴുതാൻ പറ്റുക. 5 എന്ന് കൊടുക്കുക. 25 2 42 425. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 5 ഇവിടെ 7. അപ്പോൾ 75 ആണ്. ഇനിയും നമുക്ക് ഇതിന് അതായത് ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ പിന്നെയും 2 0 ആ വരിക. അപ്പോൾ 7500 ആണ്. അടുത്തത് 85 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്. അപ്പോൾ 3 അറിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുക, നമ്മൾ 4 അതായത് 4.6 ഇനിയുള്ള നമ്പർ എന്തായാലും 5നേക്കാൾ. ഇപ്പോൾ നമ്മൾ ഡെസിമൽ എടുക്കുമ്പോൾ 4.57 ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ 4.6 എന്ന് റൗണ്ട് ചെയ്ത് എഴുതും. അതായത് ഇവിടെയുള്ള നമ്പർ 5നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള നമ്പറിന് ഒരു നമ്പർ കൂട്ടി എഴുതും. അതുപോലെ ഇവിടെ ഇപ്പോൾ 7500 നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത് അടുത്തത് അറിയുന്നില്ല. ഇവിടെ വലിയ നമ്പറല്ലേ വരുന്നത്. എന്തായാലും അടുത്തത് 90 ആണ്. 90ൽ ചെയ്യുമ്പോൾ 75 കിട്ടണമെങ്കിൽ 8 ആയിരിക്കും. അതായത് 8 9s are 72 ആണ്. അപ്പോൾ ഏകദേശം 5 8 ആണ് ഇവിടെ വരിക. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യണം എന്നില്ല, നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 2 ഇൻറ്റു 4.6 എന്ന് കൊടുത്താൽ മതി അവിടെ വാല്യൂ. അപ്പോൾ 2 ഇൻറ്റു 4.6 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ 46 ഇൻറ്റു 2 12 9.2 ആണ് കിട്ടുന്നത്. 9.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, രണ്ടും കൂടി ആഡ് ചെയ്യാം. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്റർ എ ബി സി ഡി ഈക്വൽ ടു രണ്ട് ഏരിയയും, അതായത് 6 ആണ് ഒന്ന് കിട്ടിയത്. 6 പ്ലസ് 9.2 എന്ന് പറയുന്നത് 15.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻസർ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസറെ പറയാൻ കഴിയും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, Radha made a picture of an aeroplane with colored paper as shown in the figure. Find the total area of paper used. അപ്പോൾ ഈ ഒരു എയറോപ്ലെയിൻ്റെ ടോട്ടൽ ഏരിയ കാണണം. അപ്പോൾ നമുക്ക് ഓരോ ഷേപ്പായിട്ട് അവിടെ ഉണ്ട്. അതായത് ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്, തേർഡ് ട്രപ്പീസിയാണ്, 4ഉം 5ഉം എന്താണ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ഏരിയ ഫസ്റ്റ് ഏരിയ ഓഫ് 1 എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഹെറൻസ് ഫോർമുല ഉപയോഗിക്കാൻ കഴിയുള്ളൂ. രണ്ട് സൈഡ്, അതായത് എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 5, സി എന്ന് പറയുന്നത് 1. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് 5 + 5 + 1/2, അതായത് 11/2 ആണ് കിട്ടുന്നത്. 11/2 എന്ന് പറയുമ്പോൾ അവിടെ 5.5 ആണ് വരുന്നത്. ഇനി എസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5.5 - 5. അപ്പോൾ ഇവിടെ 5.5 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0.5 ആണ് വരിക, 0.5. അതുപോലെ എസ് മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5.5 - 5, അതും നമുക്ക് എന്ത് കിട്ടും, 0.5 കിട്ടും. എസ് മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 - 1, അതായത് 4.5. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഏരിയ ഈക്വൽ ടു
ഏരിയ ഓഫ് ഫസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എത്രയായിരുന്നു 5.5 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു എസ് മൈനസ് ബി എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 4.5. ഇനി എന്ത് ചെയ്യുക, ഇത് നമുക്ക് റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതായത് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇതിനാ 11 ഇൻറ്റു, അതായത് ഇതിലെല്ലാം 0.5 ഉള്ളത് കൊണ്ട് 11 ഇൻറ്റു 0.5 എന്താണ് 5.5. അപ്പോൾ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 11 ഇൻറ്റു 0.5 എഴുതാം. ഇനി ഇവിടെ 2.5 ഉണ്ട്. ഇനി അതുപോലെ ഈ 9നെ നമുക്ക് 45 എന്നുള്ളത് 9 ഇൻറ്റു 5 ആണ്. അതിലും എന്ത് ചെയ്യുക, 9 ഇൻറ്റു 0.5 കൊടുക്കുക. അപ്പോൾ നമുക്ക് 0.5നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 അപ്പോൾ 2.5 നമുക്ക് പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ റൂട്ടിൽ, അതായത് 9ൻ്റെത് 3 ആയി, അതും നമ്മൾ റൂട്ടിന് പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ റൂട്ട് 11 ഉണ്ട്. അപ്പോൾ ഈ റൂട്ട് 11ൻ്റെ വാല്യൂ നമ്മൾ ലോങ് ഡിവിഷനിൽ കണ്ടുപിടിക്കുന്നത്. റൂട്ട് 11 എന്ന് പറയുന്നത്, അപ്പം നിയറസ്റ്റ് 3 3s are 9. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ 2 0 വരും അല്ലേ. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ അടുത്തത് 6, 3 + 3 6. ഇനി അടുത്തത് നമുക്ക് 200 വരേണ്ടത്. ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ 63 ഇൻറ്റു 3 ആണ്, അതായത് 189 നിയറസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ഏകദേശം അതിന് എന്ത് ചെയ്യാം, 3.3 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ 0.75, അതായത് 0.25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 0.75 ഇൻറ്റു 3.3 വരും. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ 75 ഇൻറ്റു 33 15 1 5 7 4 2475 3 പ്ലേസ്. അപ്പോൾ 2.475 ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. എത്രയാണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് സെക്കൻഡിൻ്റെ കാണാം. ഇനി ഏരിയ ഓഫ് സെക്കൻഡ്. അവിടെ സെക്കൻഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം എന്താണ്, L ഇൻറ്റു ബി ആണ്. അപ്പോൾ L ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇവിടെ 6.5 ഇൻറ്റു, അതായത് ഇത് 6.5 ആണ്, ബി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സെക്കൻഡിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് തേർഡ് പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് തേർഡ് എന്ന് പറയുന്നത് ട്രപ്പീസിയാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഹാഫ് H ഇൻറ്റു A + B ആണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എന്തില്ല, നമുക്ക് H അറിയില്ല. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ട്രപ്പീസിയം ഉള്ളത്. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് മൊത്തം 2 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയുന്നു എന്ന് വിചാരിക്കും. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയുമ്പോൾ, അതായത് ഇത് ഇത്രയും പാർട്ട്, അതായത് ഒരു ട്രപ്പീസിയം ഇങ്ങനെയാണുള്ളത്. ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഇതിലേക്ക് വരയുന്നു. അതുപോലെ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇതിലേക്ക് വരയുന്നു. അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. ഈ 2 പാർട്ടും കൂടിയിട്ടാണ് ബാക്കി 1 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് ഹാഫ്, ഈ പാർട്ട് എന്ന് പറയുന്നത് ഹാഫ്. അപ്പോൾ ഇവിടെ നമുക്കിത് 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടാണ് നമുക്ക് കാണേണ്ടത്. ഹൈറ്റാണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പൈതഗോറസ് തിയറം എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയറും ബേസ് സ്ക്വയറും ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റാണ് കാണേണ്ടതെങ്കിൽ 1 സ്ക്വയർ മൈനസ് ഇതിൻ്റെ ബേസിൽ നിന്ന് സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്യുക. അതായത് 1 മൈനസ് 1/4, അതായത് 3/4 ആണ് അവിടെ വരുന്നത്. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത് √3/2 ആയിരിക്കും. അപ്പോൾ √3/2 ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഹാഫ് ഇൻറ്റു √3/2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ √3/4 ഇൻറ്റു ഇവിടെ 3 തന്നെ വന്നു. അപ്പോൾ 3√3/4 ആണ് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. 3√3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ട്രപ്പീസിയം. ഈ ഒരു ട്രപ്പീസിയത്തിന് നമുക്ക് ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മിഡിലേക്ക്
ഇവിടെ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഇത് 1 സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടെ 1 സെൻറ്റിമീറ്ററിന് തന്നിട്ടില്ല. അപ്പോൾ 3 ഈക്വലേറ്റർ ട്രയാങ്കിൾ 1 സെൻറ്റിമീറ്ററുള്ളതുണ്ടാവും. അപ്പോൾ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √3a²/4 ആണ്. അവിടെ 3 ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 3 × √3a²/4, അതായത് 3 × √3, ഇവിടെ a² എന്ന് പറയുന്നത് 1 ആണ്, √3/4. √3ൻ്റെ വാല്യൂ 1.7 ആണ്. അപ്പോൾ 1.7 എന്ന് പറയുമ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1.7 ഇൻറ്റു √3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 21 2 50 5.1/4 ആണ് വരുന്നത്. 5.1/4. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1.25 അപ്രോക്സിമേറ്റ് ആയിട്ട് അങ്ങനെ കിട്ടും. 1.25 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് ഇനി നമുക്ക് ഏരിയ ഓഫ് 4ഉം 5ഉം കാണണം. അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഏരിയ ഓഫ് 4 എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എടുക്കുക. ബേസ് എന്ന് പറയുന്നത് 1.5 ആണ്. ഹാഫ് ഇൻറ്റു 1.5 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട്. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് 5 എന്ന് പറയുന്നതും അതുപോലെ 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എല്ലാം കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ ഏരിയ ഈക്വൽ ടു എന്തൊക്കെയാണ് 2.47 എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 2.5 എന്ന് എടുക്കാം. അതായത് ഇവിടെ ഇപ്പുറത്ത് ഉള്ള നമ്പർ 5നേക്കാളും വലുതാണെങ്കിൽ ഒരു നമ്പർ പോയിന്റ് കൂട്ടി എഴുതാം. അപ്പോൾ 2.5 പ്ലസ് 6.5 പ്ലസ് 1.25, അതായത് 1.3 എടുത്താലും കുഴപ്പമില്ല, പ്ലസ് 4.5 പ്ലസ് 4.5. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് 2.5 പ്ലസ് 6.5 1.3 4.5 4.5 5 20 23 2 10 70 90 19.3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് അതിൻ്റെ ഏരിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.